ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പാണ്. കാഴ്ചയ്ക്കാണെങ്കിലും കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ബെറിയപ്പ് തയ്യാറാക്കാൻ നമുക്ക് അത്യാവശ്യം വേണ്ടത് ബെറി യോഗട്ടും റോസ്റ്റ് ചെയ്തിരിക്കുന്ന നട്ട്സും ഓട്സും കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്തി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രഷ് സ്ട്രോബെറിയും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. മിക്സഡ് ഫ്രൂട്ട് കോക്ടെയിൽ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ നല്ല മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. യോഗട്ട് ഞാൻ 2 ടൈപ്പ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂബെറി യോഗട്ടും അതുപോലെ തന്നെ സ്ട്രോബെറി യോഗട്ടും എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് സ്ട്രോബെറി എടുത്ത് പ്യൂരി ആക്കിയിട്ടുണ്ട്. ഓട്സ് റോസ്റ്റ് ചെയ്തതുണ്ട്, കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തതുണ്ട്, ആൽമണ്ടും വാൽനട്ടും റോസ്റ്റ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലേക്സിന് പകരം ഞാനിവിടെ നെസ്ക്യുക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി പ്യൂരിയിലേക്ക് നല്ല ഫ്രഷ് ക്രീം ചേർത്ത് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രഷ് ക്രീമും സ്ട്രോബെറി പ്യൂരിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഇതായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ അത് ഇച്ചിരി ലൂസായിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സഡ് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബെറി യോഗട്ടാണ്. ഇനി കുറച്ച് നെസ്ക്യുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്തിട്ടിരിക്കുന്ന ആൽമണ്ടും വാൽനട്ടുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാൽനട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിനൊരു ചെറിയ ഒരു വാൽനട്ടിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബെറി ജാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇനി ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബെറിയപ്പ് ഇവിടെ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത ഓട്സും നട്ട്സും നെസ്ക്യുക്കും ഒക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് പുള്ളി ചെയ്യാനായിട്ടുള്ള ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും ഇത് പുള്ളി ചെയ്ത് അതൊന്ന് വന്ന് വീഴുന്നതൊക്കെയാണ് ഇത് ശരിക്കും ഇതിനകത്തുള്ള ആ ഒരു ത്രില്ല്. കഴിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് വന്ന് വീഴുന്നതൊക്കെ ഒന്ന് കാണാനായിട്ട് കുട്ടികളും ഞങ്ങളും ഒക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കണ്ടില്ലേ ബെറിയപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.